ഇത് തിലകമിടാനല്ല, ആരതിയുടെ താലമാണ്. അല്ലല്ല, താലമല്ല, ആരതിയാണ്. നാം പറഞ്ഞു തരാം. ബന്ധിക്കാനും ശിക്ഷ നൽകാനുമല്ലാതെ മറ്റൊന്നും ഇയാൾക്കറിയില്ല. അങ്ങേക്കൊണ്ട് സാധിക്കില്ല. എന്നോട് ക്ഷമിച്ചാലും ഷഹൻഷാ, ബീഗം റുഖയെ അങ്ങേ കാണണമെന്ന് അറിയിച്ചു. ഉടനെ കാണണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാം ഉടനെ എത്തുമെന്ന് പറയൂ. ഘോഷിയ, വേഗം പോയെന്നാ കണ്ണാടി എടുത്തുകൊണ്ട് വരൂ. പടച്ചവൻ സഹായിച്ച് അവിടുന്ന് കണ്ണാടി നോക്കുന്നത് കാണാനായല്ലോ. ഞാൻ പറഞ്ഞത് ഇതുവരെ സ്വന്തം സൗന്ദര്യത്തെക്കുറിച്ച് അവിടുന്ന് ചിന്തിച്ചിട്ടേ ഇല്ലല്ലോ ബീഗം റുഖിയ. ബീഗം റുഖിയ അല്ല, അമ്മ മഹാറാണി എന്ന് പറയോ വിഡ്ഢി. നാം നമ്മുടെ മുഖമല്ല, പകരം ആ ബീഗത്തിന്റെ അഭിമാനമാണ് കാണുന്നത്. അധികം വൈകാതെ തന്നെ അമ്മ മഹാറാണിയായി മാറാൻ പോകുന്നു. എന്ന് വെച്ചാൽ ഉമ്മയാകുന്നതിന്റെ സന്തോഷം ഇല്ലെന്നാണോ? ഉമ്മയാകാൻ ആർക്കും സാധിക്കും ഘോഷ്യ. എന്നാൽ അമ്മ മഹാറാണിയാകാനുള്ള ഭാഗ്യം പടച്ചവൻ ചിലർക്ക് മാത്രമേ നൽകൂ. അനുവാദം നൽകിയാലും എന്തു പറ്റി റുഖയ? നീ നമ്മെ വിളിപ്പിച്ചത് ഇതിനു മുമ്പ് നീ നമ്മെ വിളിപ്പിച്ചിട്ടില്ലല്ലോ. ഇത്രയും മനോഹരമായ നിമിഷം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ജലാൽ. അപ്പോൾ പറയൂ, നമുക്കായി എന്തെല്ലാം ചെയ്യുമെന്ന്. ഇത് പറയാനാണോ നീ നമ്മെ വിളിപ്പിച്ചത്? അയ്യോ, അങ്ങ് തെറ്റിദ്ധരിച്ചു. ശരി, ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. അഥവാ ഞാൻ അങ്ങേക്കു വേണ്ടി ഉമ്മയുടെ യാത്ര മുടക്കി ഇവിടെ നിർത്തുകയാണെങ്കിൽ അപ്പോൾ അങ്ങ് എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? വാ, ജ്യോതയോട് സംസാരിച്ചതിന് ശേഷവും അവൾ ഉമ്മയോട് കള്ളം പറയാൻ തയ്യാറായില്ല. നിന്നോട് ഒന്നും പറയാതെ തന്നെ നീ നമുക്ക് വേണ്ടി കള്ളം പറയുമെന്ന്. സംശയം വേണ്ട. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഞാൻ എന്താണോ ആകാൻ പോകുന്നത് അതൊരിക്കലും ജ്യോത ആഗ്രഹിച്ചാലും നടക്കില്ല. എന്നുവെച്ചാൽ ഞാൻ ഉമ്മയാകാൻ പോകുന്നു. എന്താ? ഒന്നുകൂടെ പറയൂ. ഞാൻ ഉമ്മയാകാൻ പോവുകയാണ് ജലാൽ. ഇതൊന്നുകൂടി പറയാമോ? ജലാൽ, അങ്ങ് ഉപ്പയാകാൻ പോകുന്നു. മുഗൾ വംശത്തിന് സ്വന്തം പരമ്പര ലഭിക്കാൻ പോകുന്നു. അവരുടെ അവകാശം ലഭിക്കുന്നു. ഒന്നുകൂടി പറയും, നമുക്ക് വീണ്ടും കേൾക്കാൻ കൊതിയാകുന്നു. ഞാനും ഹോജ സീരഡ് ഇത് തന്നെയാണ് ആവശ്യപ്പെട്ടത്. അങ്ങിപ്പോൾ ഈ ചെയ്യുന്നത് പോലെ. അപ്പോൾ അവരും വീണ്ടും വീണ്ടും എനിക്ക് ഉത്തരം തന്നു. ഞാൻ ഉമ്മയാകാൻ പോകുന്നു.
ഞാൻ മുഗൾ വംശത്തിന് അവരുടെ അവകാശം നൽകാൻ പോകുന്നു. നിനക്കറിയാം റുക്കിയ, നീ നമുക്ക് എത്ര വലിയ സമ്മാനമാണ് നൽകുന്നതെന്ന്. പടച്ചവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു റുക്കിയ. നമുക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. പടച്ചവൻ ഒരു പെൺകുഞ്ഞിനാണ് നൽകുന്നതെങ്കിലും അപ്പോഴും നാം ആ രാജകുമാരിയെ പടച്ചവന്റെ കൃപയായി കരുതും. അവളെ വളരെ നന്നായി തന്നെ വളർത്തും. ഇല്ല ജലാൽ, ഞാൻ അങ്ങയ്ക്കൊരു മകനെ തന്നെയാകും നൽകുക. ഈ വംശത്തിന് അതിന്റെ പരമ്പരയെ തന്നെ നൽകുന്ന. ഈ മുഴുവൻ ഹിന്ദുസ്ഥാനെ അധീനതയിലാക്കിയാലും നമുക്ക് ഇത്രയും സന്തോഷം ഉണ്ടാകില്ല. റുഖിയ, ഈ സമ്മാനത്തിന് പകരമായി നാം നിന്റെ എന്ത് ആഗ്രഹവും പൂർത്തിയാക്കും. പറയൂ, എന്താണ് വേണ്ടതെന്ന്. ഇപ്പോഴല്ല ജലാൽ, ഞാൻ അങ്ങയോട് ഉറപ്പായും സമ്മാനം ആവശ്യപ്പെടും. പക്ഷെ അത് അങ്ങേക്ക് മുഗൾ വംശത്തിന്റെ അവകാശം നൽകിയതിനു ശേഷം. അപ്പോൾ അങ്ങത് നൽകിയേ മതിയാകും. ഉറപ്പായും നാം നൽകും. ഇത് നമ്മുടെ വാക്കാണ്. നാം നിനക്ക് വാക്ക് നൽകുകയാണ്. നീ നമ്മോട് എപ്പോൾ എന്ത് ചോദിച്ചാലും നാം അത് നിനക്ക് നൽകും. വംശത്തിലെ എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ ഗ്രാമങ്ങളിലും, എല്ലാ പട്ടണങ്ങളിലും ഈ സന്ദേശം എത്തിക്കണം. മുഗൾ വംശത്തിന് അവകാശം ഉണ്ടാകാൻ പോകുന്നുവെന്ന് എല്ലാവരെയും അത് അറിയിക്കണം. എല്ലാവർക്കും കൈനിറയെ സമ്മാനങ്ങളും നൽകൂ. ദില്ലിയിലും കാബൂളിലും പിന്നെ അമീറിലും ഈ വിവരം അറിയിക്കണം. ഇത് നമ്മുടെ ഉത്തരവും കൂടിയാണ്. പിന്നെ മുഗൾ വംശത്തിൽ അവകാശം ഉണ്ടാകാൻ പോകുന്നെന്ന് ഇനി ആരും തന്നെ അറിയാൻ ബാക്കിയുണ്ടാകരുത്. എന്താണോ വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിച്ചത് അതിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പൂർണ്ണമാകുകയാണ്. ഷെഹൻഷാ നമുക്ക് സ്ഥാനം നൽകി കഴിഞ്ഞു ഹോഷ്യ. ഏത് ദിവസം നമുക്ക് അമ്മ മഹാറാണി പട്ടം ലഭിക്കുന്നുവോ ആ ദിവസം വംശത്തിന്റെ മുഴുവൻ നിയന്ത്രണവും നമ്മുടെ കൈകളിൽ എത്തിയിരിക്കും. എന്ത് നിയന്ത്രണമാണ് റുക്കിയ ബീഗം? മഹാമംഗയുടെ പക്കലുള്ള ആ നിയന്ത്രണം, ഉപദേശികയുടെ സ്ഥാനം, പടത്തലവന്റെ സ്ഥാനം, അങ്ങനെ അവരുടെ കയ്യിലുള്ളതെല്ലാം, ആ സ്ഥാനങ്ങളെല്ലാം ഞാൻ അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. മധുരം കഴിച്ചാലോ ഉമ്മ? റുഖിയ ബീഗം ഉമ്മയാവാൻ പോവുകയാ. നിന്റെ സന്തോഷം കണ്ടാൽ തോന്നുമല്ലോ റുഖയല്ല നീയാണ് ഉമ്മയാകാൻ പോകുന്നതെന്ന്. ഉമ്മ, ഞാൻ ഉമ്മയാകുന്നത് കൊണ്ട് റുഖിയ ബീഗം ഉമ്മയാകുമ്പോഴുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാനാവില്ലല്ലോ. അതെയോ? ഇനി കണ്ടോളൂ ഉമ്മ, എല്ലാവർക്കും അറിയാവുന്നതാണ് ഷെഹൻഷായ്ക്ക് കുട്ടികളെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. ഇപ്പൊ അദ്ദേഹത്തിന് സ്വന്തം കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, അത് റുഖിയ ബീഗത്തിലൂടെ. ഇത് സാധാരണമായ കാര്യമല്ലേ? അദ്ദേഹം കൂടുതൽ സമയവും സ്വന്തം ബീഗത്തോടും കുഞ്ഞിനോടൊപ്പം സഞ്ചരിക്കും. അങ്ങനെയായിരിക്കുമ്പോ അദ്ദേഹത്തിന് സ്വന്തം കർത്തവ്യങ്ങൾ നിറവേറ്റാൻ സമയം കിട്ടാതെ വരും. അപ്പോ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ആരെയാവോ ഏൽപ്പിക്കുക? എന്റെ ഭർത്താവിന്, അതായത് അവിടുത്തെ മകനായ ആദം ഖാന്. ഇതൊരു സന്തോഷ വാർത്തയല്ലേ? സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ റുഖയ ഗർഭിണിയായപ്പോൾ നിന്റെ തലച്ചോറും പ്രവർത്തിച്ചു തുടങ്ങി. ശരി, ആ സന്തോഷത്താൽ നീ തന്നെ മധുരം കഴിക്കൂ. വിഡ്ഢിയാണ് നീ രേഷം, വിഡ്ഢിയാണ്. അവകാശിയെ നൽകുന്ന ബീഗത്തിന് ഏറ്റവും ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നു. മറ്റേതൊരു ബീഗമായാലും അവൾ ജലാലിന്റെ സ്നേഹമല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കില്ല. എന്നാൽ റുഖയ അധികാരം മോഹിയാണ്. ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നതോടെ റുഖയ ഏറ്റവും അധികം ശക്തിശാലിയായി മാറും. പിന്നെ നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന പാതയിൽ ഏറ്റവും വലിയ തടസ്സമായി മാറുകയും ചെയ്യും. ദേശം നമുക്കിതൊരിക്കലും അവഗണിച്ചു കളയാൻ സാധിക്കില്ല. റുഖയ ആദമിനെ അന്തഃപുരത്തിനുള്ളിൽ വെച്ച് കണ്ടതാണ് എന്നത്. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും അങ്ങ് ആദം ഖാനെ രമിച്ചതല്ലേ? റുഖയ ബീഗത്തിന്റെ നാവ് അടങ്ങിപ്പോയല്ലോ. അവർ ഒന്നും പറഞ്ഞില്ല. നാവടക്കിയത് കൊണ്ട് സത്യമില്ലാതാകില്ല. അവസരം കിട്ടിയാൽ റുഖയ വീണ്ടും സ്വന്തം തനി രൂപം പുറത്തെടുക്കും. മുഗൾ വംശത്തിന്റെ ഏറ്റവും ശക്തിശാലിയാകാൻ ആഗ്രഹിക്കുന്നു റുഖിയ ബീഗം. അതിനായി അവൾ അവരുടെ ശക്തി തട്ടിയെടുക്കും. അവൾക്കെതിരായി നിൽക്കുന്നയാളുടെ, അതായത് നമ്മുടെ രേഷം, നമ്മുടെ. നാം ഇന്ന് വളരെ സന്തോഷത്തിലാണ്. കാരാഗ്രഹത്തിലെ 100 കുറ്റവാളികളെ സ്വതന്ത്രരാക്കണം. ദരിദ്രർക്കും ഫക്കീർമാർക്കുമായി ഭക്ഷണശാല തുറന്നു നൽകണം. നമ്മുടെ അവകാശം വരുന്ന സന്തോഷത്തല എല്ലാവർക്കും ദാനധർമ്മങ്ങൾ നൽകിയാലും. ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഏറ്റവും ആകുലപ്പെടുന്നത് മഹാമംഗയായിരിക്കും. സംശയം വേണ്ട. പക്ഷെ നമുക്കതിനെക്കുറിച്ച് യാതൊരു ഭയവുമില്ല. അതിലുപരിയായി നാം ഇതാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ആ ഹിന്ദു ബീഗം ജോതയിൽ ഈ വാർത്ത എന്ത് മാറ്റമാണ് ഉണ്ടാക്കുകയെന്ന്. സത്യമാണോ? ഇത് വളരെ സന്തോഷകരമായ വാർത്തയാണ്.
നമ്മുടെ വിഷമവും അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഉമ്മയ്ക്ക് എന്താണോ വേണ്ടത് അത് ഉമ്മയ്ക്ക് ലഭിക്കുന്നതാണ്. ഇനി ഉമ്മയ്ക്ക് ആ കഠിനമായ യാത്രയും ചെയ്യേണ്ടി വരില്ല. എനിക്ക് ഇക്കാര്യത്തിലാണ് സന്തോഷം ജോധ. ഇനി അവിടത്തേക്ക് ഗർഭിണിയാണെന്ന് അഭിനയിക്കേണ്ടതായും വരില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ജോധ, കണ്ണൻ തീർച്ചയായും എന്തെങ്കിലും മാർഗം കാണിച്ചു തരുമെന്ന്. പഠിച്ചവൻ അവിടുത്തെ പ്രാർത്ഥന കേട്ടു ബീഗം. ഫക്കീറിന്റെ ദുആയ്ക്ക് ഫലമുണ്ടായി. മുഗൾ വംശത്തിന് അവരുടെ അവകാശം ലഭിക്കാൻ പോവുകയാണ്. ഇത് പടച്ചവന്റെ കൃപയാണ്. നാം എത്രയോ കാലമായി കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമാണ്. റുഖ്യ ബീഗം ഗർഭിണിയാണെന്ന് കേട്ടല്ലോ. സംശയം വേണ്ട, വംശത്തിനൊരു അവകാശം നൽകാൻ പോവുകയാണ് ബീഗം. അതൊരു ആൺകുട്ടിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഉറപ്പായി മകൻ തന്നെയായിരിക്കും. ഞാനത് എഴുതി വെക്കാൻ തയ്യാറാണ്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ജലാൽ. ഈ വാർത്ത കേട്ടതിന് പിന്നാലെ ആഘോഷം നടത്തേണ്ടതാണ്. സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ദാനധർമ്മങ്ങൾ നടത്തണം. ഫക്കീർമാർക്കും ധാരാളം ദാനങ്ങൾ നൽകണം. അവിടുന്ന് പറയുന്നതെല്ലാം നടന്നിരിക്കും ഉമ്മ. വല്യുമ്മ, എല്ലാ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വംശത്തിലുള്ളവരെയും എല്ലാം ഈ സന്തോഷ വാർത്ത സന്ദേശമായി അറിയിക്കണം. ഉറപ്പായും. നമുക്ക് ജോധ മരുമകളുടെ വരവ് വളരെ ഐശ്വര്യമുള്ളതായാണ് തോന്നുന്നത്. അവൾ ആഗ്രയിലേക്ക് വന്നതു മുതൽ ഇവിടെ ശുഭവാർത്തകൾ മാത്രമാണ് വരുന്നത്. നമുക്ക് തോന്നുന്നു മുഗൾ വംശത്തിന്റെ ഐശ്വര്യമായാണ് പടച്ചവൻ അവളെ അയച്ചിരിക്കുന്നത് എന്ന്. നാം നമ്മുടെ ആശംസകൾ അവളെ അറിയിച്ചിട്ട് വരാം. മഹാറാണി ഇപ്പോൾ ബീഗം ജോധയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എന്താ അങ്ങേക്കത് മനസ്സിലായോ? നമുക്ക് തോന്നുന്നു ഉമ്മയ്ക്ക് ജോധാബീഗത്തെ ഒരുപാട് ഇഷ്ടമാണെന്ന്. നമ്മെക്കാളും അധികം. ബാദ്ഷായുടെ ഉത്തരവനുസരിച്ച് സമ്മാനങ്ങളുമായി സന്ദേശവാഹകരെ രാജ്യത്തിന്റെ 4 ഭാഗത്തേക്കും അയച്ചു. രാജാവ് ഭാർമലിനും പിന്നെ അമീറിൽ വസിക്കുന്ന എല്ലാവർക്കുമായി ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ബീഗം റുഖയ സുൽത്താൻ നമുക്ക് മുഗൾ വംശത്തിന്റെ അവകാശം നൽകാൻ പോവുകയാണ്. നാം അമീറിലെ നമ്മുടെ എല്ലാ ബന്ധുക്കളെയും അതീവ സന്തോഷം നിറഞ്ഞ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനായി ക്ഷണിക്കുകയാണ്. ഇത് വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. പക്ഷേ സുകന്യയുടെ വിവാഹം ഉറപ്പിക്കാനായി സുജാനിപൂരിലെ രാജാവ് ഭവാനി സിംഗ് ഇവിടെ ആലോചനയുമായി എത്തുകയാണ്. അതിനാൽ നമുക്ക് ആഗ്രയിലേക്ക് പോകാൻ സാധിക്കില്ല. ഭഗവാൻ ദാസ്, നീ രാജ് സിംഗിനും ഹങ്കാർ സിംഗിനും പിന്നെ ജഗന്നാഥിനും ഒപ്പം ആഗ്രയിലേക്ക് പുറപ്പെടാൻ തയ്യാറായിരുന്നു. പിന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ക്ഷമയും അറിയിക്കണം. അദ്ദേഹത്തോട് നമ്മുടെ നിസ്സഹായാവസ്ഥയും അറിയിക്കണം. നമുക്കും മേനാവതിക്കും അവിടെ എത്താൻ സാധിക്കാത്ത. മഹാറാണി, ഇങ്ങനെ ഒരു ഉത്സവത്തിന് ഗർഭിണികളായ സ്ത്രീകൾക്ക് എന്തെല്ലാം സമ്മാനങ്ങളാണോ നൽകുക, അതെല്ലാം അവിടുന്ന് തയ്യാറാക്കണം. ശരി. നമ്മുടെ മരുമകൻ ബാദ്ഷാ ജലാൽ ഒരു അച്ഛനാകാൻ പോവുക. നമ്മുടെ ഭാഗത്തു നിന്നുള്ള സമ്മാനങ്ങളിൽ യാതൊരു കുറവും വരണം. ഭഗവാൻ ദാസ്, നാം നിന്നോട് പറയുന്നത് ഇതാണ്. അമ്മ ഇതെന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നാം ജോധയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. മുഗളന്മാർക്കിടയിൽ ഏത് റാണിയാണോ അവരുടെ അവകാശികൾക്ക് ജന്മം നൽകുന്നത് അവരുടെ സ്ഥാനം മികച്ചതാകുന്നു. ഇവിടെ പട്ടമഹിഷിക്ക് ലഭിക്കുന്നത് പോലെ നാം ചിന്തിക്കുകയായിരുന്നു. അവരിനി നമ്മുടെ ജോധയോട്. അമ്മ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുകയാണ്. നമ്മുടെ ജോധ ബുദ്ധിമതിയാണ്, കാര്യപ്രാപ്തിയുള്ളവളും. അവളെല്ലാം നോക്കിക്കോളും. വിശ്വസിച്ചാലും അവൾക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ. നീ ശരിക്കും ശകുനി ഭായിയെ പോലെ നമ്മെ ആശ്വസിപ്പിക്കുകയാണല്ലോ. മുത്തി, എന്തുപറ്റി? നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നിനക്ക് എന്തു പറ്റി? എന്താ ആലോചിക്കുന്നേ? അവിടുന്ന് കുറിച്ചാണ് ചിന്തിക്കുന്നത് ജോധ. അവിടുന്ന് ഈ സമ്മാനമായി റുഖിയ ബീഗത്തിന്റെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ അവർക്കിത് കാണുമ്പോൾ എന്താണ് തോന്നുക? നീയുണ്ടല്ലോ മൂത്തി, ശരിക്കും മാതാശ്രീയെ പോലെയാ ചിന്തിക്കുന്നത്. അല്ല, ഇത് സന്തോഷിക്കാനുള്ള സമയമല്ലേ? അത് മാത്രമല്ല, നാം അമീറിലെ രാജകുമാരിയുമാണ്. അത് കഴിഞ്ഞേ ബീഗമാകുന്നുള്ളൂ. ഒരമ്മയ്ക്ക് അവരുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനായി ആശംസകൾ നേരുക അത് നമ്മുടെ കർത്തവ്യമാണ്, അമീറിലെ രീതിയുമാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നാമും ഈ കുടുംബത്തിലെ അംഗമല്ലേ. റുഖയ ബീഗത്തിന് ആശംസ നേരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അഥവാ നാം പോയില്ലെങ്കിൽ അത് തീർച്ചയായും അവർക്ക് വിഷമമുണ്ടാക്കും. വരൂ. ബീഗം റുഖിയ, ജോധ ബീഗം അവിടുന്ന് കാണാൻ അനുവാദം ചോദിക്കുന്നു. അവൾ വളരെ ബുദ്ധിമതിയാണ്.
സമയമാകുന്നതിന് മുമ്പ് തന്നെ കടമ നിറവേറ്റാൻ എത്തിയിരിക്കുന്നു. അവളെ അകത്തേക്ക് കൊണ്ടുവരൂ. മനസ്സ് നിറഞ്ഞ ആശംസകൾ റുഖിയ ബീഗം. എന്താ രാജ്ഞിയെന്ന് വിളിക്കാൻ നിനക്ക് നാണം തോന്നുന്നുണ്ടോ? എന്താ? ഹാ, നമുക്കറിയാം നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന്. ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ മനസ്സ് എത്രമാത്രം വിശാലമാണെന്ന്. പക്ഷെ ബീഗം ജോധ നാമം ലോകം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം നീ ഇവിടെ എന്തുദ്ദേശത്തിലാണ് വന്നതെന്ന്. സ്വന്തം അസൂയയ്ക്കുമേൽ മുഖംമൂടി അണിഞ്ഞാ നീ വന്നത്. അവിടുന്ന് ഇത് എന്തൊക്കെയായി പറയുന്നത്? അല്ലെങ്കിലും നാം എന്തിനാണ് അവിടത്തോട് അസൂയപ്പെടുന്നത്? അസൂയ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴല്ലേ? പിന്നെ നമുക്കാണെങ്കിൽ യാതൊന്നും ആവശ്യമില്ല. അവിടുന്ന് എന്റെ കയ്യിലുള്ളതായ അത് ഇതുകൊണ്ടാണ്. നിനക്കിതുവരെ രാജ്ഞി എന്ന പദവിയിൽ എത്തുമ്പോഴുള്ള ശക്തിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. നിനക്കറിയാമോ, വംശത്തിൽ ഷെഹൻഷാ കഴിഞ്ഞാൽ രാജ്ഞിയുടെ വാക്ക് ഏറ്റവും വിലയുള്ളതാണ്. ആ സ്ഥാനമാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കരുക്കൾ നീക്കുന്ന ചതുരംഗം കളിയിൽ നീ വിജയിച്ചത് ശരി തന്നെയാണ് ജോധ. എന്നാൽ ജീവിതമാകുന്ന കളിയിൽ നിനക്ക് നമ്മോട് മത്സരിക്കാനാകില്ല. ക്ഷമിച്ചാലും റുഖിയ ബീഗം, ഉയർച്ചയും താഴ്ചയും കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് മനസ്സിൽ കളങ്കമുള്ളവരാണ്. രാജ്ഞിയുടെ പദവി എത്രമാത്രം ശക്തിയുള്ളതായാലും ഞങ്ങളുടെ രാജ്യത്ത് അമ്മയുടെ സ്ഥാനമാണ് ഏറ്റവും അധികം ശക്തിയുള്ളത്. അതുകൊണ്ടാണ് നാം ഇവിടെ അവിടുന്ന് അമ്മയാകാൻ പോകുന്നതിന്റെ ആശംസകൾ നേരുന്നത്. അവിടുന്ന് സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. നീ എന്തു തന്നെ പറഞ്ഞാലും ജോധ, നമുക്ക് രണ്ടുപേർക്കും അറിയാം നിന്റെ മനസ്സിൽ എന്താണെന്ന്. അസൂയ. ഏത് സ്ഥാനത്തിലും ശക്തിയിലുമാണോ നിന്റെ കണ്ണു പതിഞ്ഞിരുന്നത്? അതിന് ഒരിക്കലും സാധ്യമാകില്ല. നമ്മുടെ ദൃഷ്ടിയിലൂടെ നോക്കിയാൽ ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനേക്കാൾ വലുതായി മറ്റൊരു ശക്തിയുമില്ല, ഒരു പദവിയുമില്ല. നമ്മുടെ വിശ്വാസം ഇതാണ്. ഒരു സാധാരണ സ്ത്രീയായാലും ഒരു മഹാറാണി ആയാലും അവരുടെ ജീവിതത്തിൽ സമ്പൂർണത ലഭിക്കുന്നത് ഒരമ്മയായതിനു ശേഷം മാത്രമായിരിക്കും. അവിടുന്ന് നമ്മെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ചിന്തിച്ചോളൂ. പക്ഷെ നമ്മുടെ മനസ്സിൽ അവിടുന്ന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും വേണ്ടി ശുഭചിന്തകൾ മാത്രമാണുള്ളത്. ഈശ്വരൻ അവിടത്തേക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും രക്ഷിക്കട്ടെ. സ്വാഗതം ചെയ്തതിന് നന്ദിയുണ്ട്. പ്രണാമം ഉമ്മ. ജോധ, നമ്മുടെ മകളെ വരൂ, ഇരിക്കൂ. നമുക്കൊരു സമാധാനവുമില്ലായിരുന്നു. ഇന്നലെ അവിടുന്ന് അജ്മീറിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ നാം വളരെ ആകുലയായിരുന്നു. പെൺമക്കളാണ് മനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സ്വന്തം ഉമ്മയുടെ ബുദ്ധിമുട്ടോർത്ത് ഇത്രയും അധികം വിഷമിക്കുന്നത്. പക്ഷെ ഇപ്പോൾ യാതൊരു വിഷമവുമില്ല. റുഖിയ ബീഗം എല്ലാ ആകുലതകളും മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ഉമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാണ്. റുഖിയ ബീഗത്തെക്കുറിച്ച് ഓർത്ത് നമ്മുടെ മനസ്സ് പ്രസന്നവുമാണ്. ഇത് തന്നെയാണ് നിന്നെ അന്തപുരയിലെ മറ്റു സ്ത്രീകളുമായി വ്യത്യസ്തയാക്കുന്നത് ജോധ. നിനക്കറിയാമോ, അന്തപുരത്തിലേക്ക് പുതിയൊരു ബീഗം വരുമ്പോഴും അമ്മയാകാൻ പോകുമ്പോഴും ആ വാർത്ത കേട്ട് മറ്റുള്ള ബീഗങ്ങളെല്ലാം അസൂയപ്പെടുന്നു. എന്നാൽ ഈ വാർത്ത കേൾക്കുമ്പോൾ നിന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ടാകുന്നു. അതാലോചിക്കുമ്പോൾ നമ്മുടെ സന്തോഷം ഒരുപാട് അധികമാകുന്നു. നിന്നെപ്പോലെ ഒരു സുശീലയും സ്നേഹസമ്പന്നയും ഉയർന്ന ചിന്താഗതിയുമുള്ള ബീഗത്തെ മുഗൾ വംശത്തിന് ലഭിച്ചല്ലോ എന്ന്. ഉമ്മ സന്തോഷവതിയാണെങ്കിൽ അതിലും നല്ലൊരു കാര്യം മറ്റെന്താണുള്ളത്? അനുവാദം നൽകിയാലും. ഒന്ന് നിൽക്കൂ ജോധ. നഫീസ, ഉമ്മ, നാം മധുരം കഴിച്ചതാണ്. ഇത് നമ്മുടെ ഭാഗത്തു നിന്നും നിനക്കുള്ള നന്ദിയാണ് ജോധ. നിന്റെ പാദങ്ങൾ എപ്പോൾ ആഗ്രയിൽ പതിഞ്ഞോ അപ്പോൾ മുതൽ വംശത്തിന് ഭാഗ്യം മാത്രമാണ് ഉണ്ടാകുന്നത്. പടച്ചവൻ മുഗൾ വംശത്തിന് നൽകിയ സമ്മാനമാണ് നീ ജോധ. ആ സന്തോഷം അതേ അളവിൽ അധികം വൈകാതെ
നീയും നമുക്ക് നൽകാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുകയാണ്.